നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലികുല്ലി നബിയിൻ ദഅവത്തുൻ മുസ്തജാബ്. ആദം നബി മുതലുള്ള എല്ലാ നബിമാർക്കും അല്ലാഹു ഒരു ഓഫർ കൊടുത്തിട്ടുണ്ട്. എന്താ ഓഫർ എന്നറിയാം? ദ്വാരുന്ന ഉടനെ, ചുണ്ടുന്ന വീണ ഉടനെ ഉത്തരവുറപ്പ്. എല്ലാ നബിമാർക്കും ഓഫർ ഉണ്ട്. എല്ലാ നബിമാരും അവരുടെ അർജന്റ് ആവശ്യങ്ങളിൽ, അത്യാവശ്യ ഘട്ടങ്ങളിൽ അത് ദ്വാരുന്നു. എനിക്കും കുറെ അർജന്റ് ആവശ്യങ്ങളൊക്കെ വന്നിരുന്നു. എൻ്റെ കുടുംബത്തിനെ കളിയാക്കിയ കാലമുണ്ടായിരുന്നു. എൻ്റെ ഭാര്യക്കെതിരെ വ്യഭിചാരാരോപണം ഉന്നയിച്ച കാലമുണ്ട്. എൻ്റെ ഹംസത്തോറെ കഷ്ണം കഷ്ണമാക്കി കൊന്ന കാലമുണ്ട്. എൻ്റെ മിസ്സഭങ്ങളെ കഷ്ണമാക്കിയ കാലമുണ്ട്. എൻ്റെ സെയ്ദ് എന്ന പോറ്റുമോനെ കഷ്ണം കഷ്ണാക്കിയിട്ട് കൊന്നിട്ടുണ്ട്. എൻ്റെ കുടുംബത്തിനെ പലതും അവർ വിളിച്ചിട്ടുണ്ട്. അന്നൊന്നും ഞാൻ ഈ ദുആ പുറത്തെടുത്തിട്ടില്ല. അതൊക്കെ തട്ടിമുട്ടി ആ കഷ്ടപ്പാടൊക്കെ സഹിച്ച് മുന്നോട്ട് പോയി. ഇതെന്തിനെടുത്തു വെച്ചെന്ന് വെച്ചാൽ, എന്നെ നോക്കിയിട്ട് വരുന്ന സാധുക്കളുണ്ടാവും ഉമ്മത്തിൽ. അവർക്ക് ആകെ പ്രതീക്ഷ എന്നെയാണ്. അവര് സർവകാലത്തും അള്ളാഹിനോടായിട്ട് പറഞ്ഞു തന്നെ, എന്നെ തവസ്സുലാക്കി ഇസ്തിഗാസ ചെയ്ത് അവരെന്നെ പ്രതീക്ഷയുള്ളത്. അതുകൊണ്ട് ഞാൻ അവിടത്തേക്ക് എടുത്തു വെച്ചതാണ്. എത്ര അധികം വധശ്രമം നടന്നു തങ്ങൾക്കെതിരെ, എന്തെല്ലാം കൂക്കി വിളിച്ചു തങ്ങൾക്കെതിരെ. സ്വർഗത്തിലേക്ക് ആദ്യം എടുത്തു വെക്കേണ്ട കാലിനെ തോയിഫുകാര് എറിഞ്ഞില്ലേ? ബ്ലഡ് വന്നില്ലേ? തങ്ങള് ഇരുന്നിടത്ത് എണീക്കുമ്പോ തങ്ങളെ ചെരുപ്പ് ബ്ലഡിന്റെ കളറായില്ലേ? രക്തൊഴുകിയില്ലേ? പ്രഭവീശിയ പാലൊളി മുത്ത് മുസ്തഫ റസൂലരെ സലാം, മുത്ത് മുസ്തഫ ഹബീബരെ സലാം, മുത്ത് മുസ്തഫ റസൂലരെ സലാം, മുത്ത് മുസ്തഫ ഹബീബരെ സലാം. താരകക്കൂട്ടമിൽ വെൺപ്രഭ താരമായി, താരകക്കൂട്ടമിൽ വെൺപ്രഭ താരമായി വന്നുദിച്ച മുത്തു തിങ്കളെ സലാം, വന്നുദിച്ച മുത്തു തിങ്കളെ സലാം. തിങ്കൾ നീലാവൊളി പ്രഭവീശിയ പാലൊളി, തിങ്കൾ നീലാവൊളി പ്രഭവീശിയ പാലൊളി മുത്ത് മുസ്തഫ റസൂലരെ സലാം, മുത്ത് മുസ്തഫ ഹബീബരെ സലാം, മുത്ത് മുസ്തഫ റസൂലരെ സലാം.